അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് എന്ന അധ്യായത്തിലെ 70-ാം വചനം മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഇതിൽ പറയുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബിൻ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അലം തഅലം, നിങ്ങൾക്കറിഞ്ഞുകൂടെ? അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ട് എന്ന്. ഇന്ന ദാലിക ഫീ കിതാബ്, നിശ്ചയം അതെല്ലാം ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യം തന്നെയാണ്. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബിൻ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു അറിയുക തന്നെ ചെയ്യുന്നുണ്ടെന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ലേ? തീർച്ചയായും അതെല്ലാം ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വമാ ലൈസ ലഹും ബിഹി ഇൽമുൻ വമാ ലിൽളാലിമീന മിൻ നസീർ. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നു. മാലം യുനസ്സിൽ ബിഹി സുൽത്താന, അവർക്ക് യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്തവരെയും. വമാ ലൈസ ലഹും ബിഹി ഇൽമുൻ, യാതൊരു അറിവുമില്ലാത്തവരെയും അവരാരാധിച്ചു കൊണ്ടിരിക്കുന്നു. വമാ ലിൽളാലിമീന മിൻ നസീർ, അക്രമികൾക്കൊരു സഹായമില്ല തന്നെ. അവർ അള്ളാഹുവിന് പുറമെ അവൻ യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്തവയെയും യാതൊരു അറിവുമില്ലാത്തവയെയും ആരാധിക്കുന്നു. ഈ അക്രമികൾക്ക് യാതൊരു സഹായവും ഉണ്ടാവുകയില്ല. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ തഅരിഫു ഫീ വുജൂഹില്ലദീന കഫറുൽ മുൻകർ യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിനാ ഖുൽ ഫഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലികും അന്നാറു വഅദഹ അല്ലാഹു അല്ലദീന കഫറു വബിസൽ മസീർ. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ, നമ്മുടെ ആയത്തുകൾ അവരുടെ മേൽ ഓതപ്പെട്ടാൽ, ബയ്യിനാത്തി, വ്യക്തമായ തെളിവുകളോടെ, തഅരിഫു ഫീ വുജൂഹില്ലദീന കഫറുൽ മുൻകർ, കാഫിര്യങ്ങളായ ആളുകളുടെ മുഖത്ത് വെറുപ്പ് പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്കറിയാം, മനസ്സിലാക്കാം. യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിന, യകാദൂന അവർ ആയിക്കൊണ്ടിരിക്കുന്നു, യസ്തൂന ബില്ലദീന, യസ്തൂന കയ്യേറ്റം ചെയ്യാനായിരിക്കുന്നു, ബില്ലദീന യത്ലൂന അലൈഹിം ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ ഓതിക്കൊടുക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ വരെ അവർ അടുത്തുകൊണ്ടിരിക്കുന്നു. കുൽ, നബിയെ തങ്ങൾ പറയണം, ഫഉനബ്ബിഉകും ബിശർരിൻ, ഇതിനേക്കാൾ മോശമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഫഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലികും, അതായത് ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ കാഫിര്യങ്ങൾ വെറുക്കുകയാണ്. ആ വെറുപ്പിനേക്കാൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ വെറുപ്പിനേക്കാൾ മോശപ്പെട്ടൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അന്നാറു വഅദഹല്ലാഹ്, അന്നാർ നരകമാണ്. എങ്ങനത്തെ നരകം? വഅദഹല്ലാഹു അല്ലദീന കഫറൂ വബിസൽ മസീർ, സത്യനിഷേധികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന നരകമാണ്.
അത് വളരെ മോശമാണ്, വളരെ മോശപ്പെട്ട മടക്കസ്ഥാനമാണ്. വ്യക്തമായ നിലയിൽ നമ്മുടെ വചനങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ ആ സത്യനിഷേധികളുടെ മുഖങ്ങളിൽ വെറുപ്പ് പ്രത്യക്ഷപ്പെടുന്നത് താങ്കൾക്ക് കണ്ടറിയാൻ കഴിയും. നമ്മുടെ വചനങ്ങൾ ഓതിക്കൊടുക്കുന്നവരെ അവർ കയ്യേറ്റം ചെയ്യാനാകും. അവരോട് താങ്കൾ പറയുക, എന്നാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വെറുപ്പായ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ അറിവ് തരട്ടെ. അതിത്രേ നരകം. സത്യനിഷേധികൾക്ക് അള്ളാഹു അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവരുടെ മടക്കസ്ഥാനം വളരെ ചീത്തയായത് തന്നെ. യാ അയ്യുഹന്നാസു ളരിബ മസലും വസ്തമിഊ ലഹു ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലബിജ്തമഊ ലഹു വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ ളൗഫ ത്വാലിബ് വൽ മത്ലൂബ്. യാ അയ്യുഹന്നാസേ, മനുഷ്യരെ, ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു, ഇതാ ഒരു ഉപമ വിവരിക്കുന്നു, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, നിശ്ചയം അള്ളാഹുവിനെ അല്ലാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. വലബിജ്തമഊ ലഹു, ഒരു ഈച്ചയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണെങ്കിലും വൈ യസ്ലുബുഹുമു ദുബാബു ശൈഅ, വൈ യസ്ലുബുഹുമു ദുബാബു, ഇനി ഈച്ചകൾ തട്ടിയെടുക്കുകയാണെങ്കിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം, ലാ യസ്തൻഖിദൂഹു മിൻഹു, അതിൻ്റെ അടുത്ത് നിന്ന് അത് തിരിച്ചെടുക്കാൻ ഇവർക്കൊട്ട് കഴിയുമില്ല. ലൗഫ ത്വാലിബ് വൽ മത്ലൂബ്, തേടുന്നവനും തേടപ്പെടുന്നവനും എത്രയോ ബലഹീനമായിരിക്കുന്നു. മനുഷ്യരെ, ഒരു ഉപമ ഇതാ നിങ്ങൾക്ക് വിവരിക്കുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല തന്നെ. അതിനുവേണ്ടി അവരെല്ലാവരും കൂടി ഒത്തുകൂടിയാലും അവയിൽ നിന്ന് ഈച്ച വല്ലതും തട്ടിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വക്കൽ നിന്ന് അവർക്കത് വീണ്ടെടുക്കാൻ കഴിയുകയില്ല. തേടുന്നവനും തേടപ്പെടുന്നവനും ബലഹീനമായിരിക്കുന്നു. മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് ചേർന്ന നിലയിൽ അവർ അവനെ ബഹുമാനിച്ചിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, നിശ്ചയം അള്ളാഹു യോഗ്യനും അജയ്യനുമാണ്. അള്ളാഹു ശക്തനും അജയ്യനും തന്നെയാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് ചേർന്ന നിലയിൽ അവർ അവനെ ബഹുമാനിച്ചിട്ടില്ല. തീർച്ചയായും അള്ളാഹു ശക്തനും അജയ്യനും തന്നെയാണ്. അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ് ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു യസ്തഫി മിനൽ മലായികത്തി റുസുല, അള്ളാഹു മലക്കുകളിൽ നിന്ന് ചില ദൂതന്മാരെ തെരഞ്ഞെടുക്കുന്നു. വമിനൻ നാസി, മനുഷ്യരിൽ നിന്നും. ഇന്നല്ലാഹ സമീഉൻ ബസീർ, നിശ്ചയം അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അള്ളാഹു മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ചില ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും തന്നെയാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വഇലല്ലാഹി തുർജഉൽ ഉമൂർ. യഅലമു മാ ബൈന ഐദീഹിം, അവർക്ക് വരാനുള്ളതും കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു അറിയുന്നതാണ്. യഅലമു, അവൻ അറിയും, മാ ബൈന ഐദീഹിം, അവർക്ക് മുന്നിലുള്ളതും, വമാ ഖൽഫഹും, അവർക്ക് കഴിഞ്ഞു പോയതും.
വൈലല്ലാഹി തുർജഉൽ ഉമൂർ, അള്ളാഹുവിലേക്കാണ് എല്ലാ കാര്യങ്ങളും അടക്കപ്പെടുന്നത്. അള്ളാഹു മനുഷ്യർക്ക് തൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ചില ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു. ദൂതന്മാർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മലക്കുകളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുന്നു. അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു. എല്ലാ കാര്യങ്ങളും അടക്കപ്പെടുന്നത് അവങ്കലേക്കാണ്. അതുകൊണ്ട് തൻ്റെ തിരഞ്ഞെടുപ്പിൽ യാതൊരു തെറ്റും അവന് സംഭവിക്കുകയില്ല. യാ അയ്യുഹല്ലദീന ആമനുർക്കഊ വസ്ജുദൂ വഅ്ബുദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായവരെ, ഇർക്കഊ, നിങ്ങൾ റുക്കൂ ചെയ്യണം, വസ്ജുദൂ, സുജൂദ് ചെയ്യണം. വർക്കൗ വസ്തുതു, നിങ്ങൾ റുക്കുവും സുജൂദും ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ നിസ്കരിക്കണം എന്നർത്ഥം. വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വഫ്അലുൽ ഖൈറ, നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനുർക്കഊ വസ്ജുദൂ വഅ്ബുദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ റുക്കൂവും സുജൂദും ചെയ്യുകയും നിങ്ങളുടെ നാഥനെ ആരാധിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയികളായിത്തീരാൻ വേണ്ടി. വജാഹിദൂ ബില്ലാഹി ഹഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീക്കും ഇബ്രാഹീം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന അർ-റസൂലു ഷഹീദൻ അലൈക്കും വതകൂനൂ ശുഹദാഅ അലന്നാസ് ഫഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത് വഅ്തസിമൂ ബില്ലാഹി ഹുവ മൗലാക്കും ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. വജാഹിദൂ ഫില്ലാഹി ഹഖ ജിഹാദി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ മുറപ്രകാരം യുദ്ധം ചെയ്യണം. ഹുവജിത്തബാക്കും, അവനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, മതത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു പ്രയാസവും അവൻ ഉണ്ടാക്കിയിട്ടില്ല. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ മില്ലത്ത്, മാർഗം, അത് നിങ്ങൾ പിന്തുടരണം. ഹുവ, ആ ഇബ്രാഹീമാണ്, സമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വിളിച്ചത് മിങ്കബിൽ, ഇതിനു മുമ്പ്. വഫീ ഹാദ, ഇക്കാര്യത്തിൽ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, റസൂല് നിങ്ങളുടെ മേൽ സാക്ഷിയാകാൻ വേണ്ടി. വതകൂനു ശുഹദാ അലന്നാസി, മറ്റ് മനുഷ്യർക്ക് നിങ്ങളും സാക്ഷിയാകാൻ വേണ്ടി. ഫഅഖീമുസ് സ്വലാത്ത്, അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. വആതു സകാത്ത, സകാത്ത് നിങ്ങൾ കൊടുക്കണം. വഅ്തസിമൂ ബില്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, അവൻ ഏറ്റവും നല്ല രക്ഷാധികാരിയും എത്ര നല്ല സഹായിയുമാണ്. ജാഹിദൂ ഫില്ലാഹി ഹഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീക്കും ഇബ്രാഹീം വസമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ൽ ഫീ ഹാദാ ലിയകൂന അർ-റസൂലു ഷഹീദൻ അലൈക്കും വതകൂനൂ ശുഹദാഅ അലന്നാസ് ഫഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത് വഅ്തസിമൂ ബില്ലാഹി ഹുവ മൗലാക്കും ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടേണ്ട മുറപ്രകാരം നിങ്ങൾ പോരാടണം. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മതത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു പ്രയാസവും അവൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിന്തുടരണം. അള്ളാഹു നിങ്ങൾക്ക് ഇതിനു മുമ്പും ഈ വേദത്തിലും മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു.
നിങ്ങളവൻ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് റസൂൽ സാക്ഷിയും മനുഷ്യർക്ക് നിങ്ങൾ സാക്ഷികളുമായിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെ കൊണ്ട് ശക്തി പ്രാപിക്കുകയും ചെയ്യുക. അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. അപ്പോൾ അവൻ എത്ര നല്ല രക്ഷാധികാരിയാണ്, എത്ര നല്ല സഹായിയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനെ പിൻപറ്റി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതോടെ സൂറത്തുൽ ഹജ്ജ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സൂറത്തുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.